ഹായ് ഹലോ M7 ബ്രോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഭഗത് ബാസി സാറാണ്. സൈക്കോളജിയുടെ ഭാഗത്ത് നിന്നുള്ള നമ്മുടെ സംശയങ്ങളാണ് ഈ സെക്ഷനിൽ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കുവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഭഗത് സാർ നമസ്തേ. സാർ, ഒരു സംശയം, മനുഷ്യന് ചിന്തിക്കുവാൻ ഭാഷ ആവശ്യമാണോ യഥാർത്ഥത്തിൽ? മനുഷ്യൻ്റെ ഭാഷയും മനുഷ്യന്റെ ചിന്തയും തമ്മിൽ പരസ്പര ബന്ധമുണ്ടോ? നല്ല ചോദ്യമാണ്. ഞാൻ ഈ ചോദ്യം വിഷ്ണു സാറിനോട് തന്നെ ചോദിക്കുകയാണ്. സാറിന് ചിന്തിക്കാൻ ഭാഷ ആവശ്യമാണോ? ആവശ്യമാണ്, അല്ല എന്നും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ സാർ വിഷയം മലയാളത്തിൽ വായിച്ച് പഠിച്ചതിന് ശേഷം പരീക്ഷ എഴുതേണ്ടത് ഇംഗ്ലീഷിലാണ്. അപ്പൊ സാർ ആശയം മനസ്സിലാക്കിയത് ആ ഇംഗ്ലീഷിലായിരിക്കുമോ മലയാളത്തിലായിരിക്കുമോ? സ്വാഭാവികപരമായിട്ട് നമ്മുടെ മാതൃഭാഷയിലായിരിക്കുമല്ലോ സാർ. ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ഒരാളുടെ ലോജിക് തിങ്കിങ്, റീസണിങ്, കോൺസെപ്റ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ, ഇവിടെ എല്ലാം ശരിക്കും എന്ത് വേണം? ഒരു ഭാഷയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുന്നു. അപ്പോൾ സാറിന് ചോദിക്കാം, ഈ ബദിരനും മൂങ്ങനൊക്കെ ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സംസാരിക്കാൻ ശേഷിയില്ലാത്തവർ ചിന്തിക്കുന്നുണ്ടാകുമോ? അവർക്ക് ചിന്തിക്കാൻ ഭാഷ വേണോ? ആ ചോദ്യത്തിനും മനഃശാസ്ത്രപരമായിട്ടൊരു ഉത്തരം തരാം. എലമെന്ററി മെന്റൽ ഫംഗ്ഷൻ എത്തുമ്പോൾ ഭാഷ ഇല്ലാതെയും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. സാർ, നമ്മൾ ഈ പറയുന്നത് മുതിർന്നവരുടെ കാര്യമാണല്ലോ. അവർക്ക് ഭാഷ അറിയാവുന്നത് കൊണ്ടല്ലേ ചിന്തയും ഭാഷയും തമ്മിൽ പരസ്പരം പൊരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 6 മാസം പ്രായമുള്ള ജനിച്ച കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് ഭാഷ അറിയില്ലല്ലോ. അപ്പോൾ അവരുടെ ചിന്തയും കുഞ്ഞുമക്കളുടെ ചിന്തയും കുട്ടികളുടെ ചിന്തയും അവരുടെ ഭാഷയും തമ്മിൽ എങ്ങനെയാണ് പരസ്പര പൂരകമാകുന്നത്? എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്താണ് സാറിന് പറയാൻ കഴിയുന്നത്? സാർ, മനോഹരമായൊരു ചോദ്യമാണ് സാർ ചോദിച്ചിട്ട് ഉള്ളത്. കാര്യം ശരിക്കും ഈ കുഞ്ഞു കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാകുമോ? അവർ ഏത് ഭാഷയിലായിരിക്കും ചിന്തിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊരു ഇൻപുട്ട് കുഞ്ഞു ബേബിയാണ് ഉള്ളത്. ഒരു 6-7 മാസം പ്രായമുള്ളൊരു കുഞ്ഞ്. ആ കുഞ്ഞ് നോക്കിയപ്പോൾ കരയുകയാണ്. അവൾ കരയുകയാണ്. കരയുന്ന സമയത്ത് അവളുടെ ജ്യേഷ്ഠൻ വന്നെടുത്തു, അവൾ കരച്ചിൽ നിർത്തുന്നില്ല. അവളുടെ അച്ഛൻ വന്നെടുത്തു, അവൾ കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ അവളുടെ അടുത്തേക്ക് വരുന്നു, അവളെ എടുക്കുന്നു. അപ്പൊ എടുക്കുമ്പോൾ അവൾ ആ കരച്ചിൽ നിർത്തുകയാണ്. അപ്പൊ ആ കുഞ്ഞിനെ അറിയാം, ഞാൻ കരഞ്ഞാൽ എന്നെ എടുക്കാൻ ആര് വരും? എൻ്റെ അമ്മ വരും. പക്ഷെ മറ്റുള്ളവരും ഇതേ പ്രക്രിയയാണ് ചെയ്തത്. അവളെ എടുക്കുകയാണ് ചെയ്തത്, പക്ഷെ അവളെ കരച്ചിൽ നിർത്തിയില്ല. അപ്പൊ ഉറപ്പായും ഒരു കുഞ്ഞു മെമ്മറി ഉണ്ട്. ആ കുഞ്ഞു മെമ്മറി, ഒരു അറ്റൻഷൻ, ഒരു ധാരണ ഒക്കെ ഉണ്ട്. എന്താ? ഞാൻ കരഞ്ഞാൽ ആര് വരും? എൻ്റെ അമ്മ വരും. ആ അമ്മയിൽ നിന്നാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? എൻ്റെ ആഹാരം കിട്ടുന്നത്. അപ്പൊ ആ സെൻസേഷനും പെർസെപ്ഷനും അറ്റൻഷനും മെമ്മറിയും എല്ലാം ആ പൊടിക്കുഞ്ഞിനുണ്ട്. ആ കുഞ്ഞിന് എന്തില്ല? ആ ചിന്തയ്ക്കൊന്നും ഭാഷ ആവശ്യമില്ല. ശരിക്കും കുഞ്ഞു കുട്ടികൾ സംസാരിക്കുന്നുണ്ടോ? 8 മാസം 9 മാസം പ്രായമുള്ള കുട്ടികൾ സംസാരിക്കാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അത് കരയുന്നത് എങ്ങനെയാ? മ മ മ മ മം അമ്മ ഉമ്മ മ. ആ ഒരു ഉച്ചാരണത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ആവശ്യമാക്കിയ പദത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുക ചെയ്യും കുഞ്ഞുങ്ങളെ. ശരിക്കും അവിടെ ചിന്തിക്കുവാൻ ഭാഷ വേണ്ട. ചിന്തയും ഭാഷയും സംഭവിക്കുന്നത് 2 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ തന്നെയാണ്. ജനനം മുതൽ 2 വയസ്സുള്ള പ്രായം വരെയും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നതെന്നാണ് പ്രശസ്തനായ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ വക്താവായ വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ സാർ, വലിയ സന്തോഷം. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ഒഴുക്ക് ആരംഭിക്കുകയാണ്. അടുത്ത ബ്രോഡ്കാസ്റ്റിൽ മറ്റു ചോദ്യങ്ങളുമായി കാണാം. നമസ്കാരം സാർ.